സഹകരണ ബാങ്കുകൾക്ക് ഇളവ് നൽകാനാകില്ലെന്ന് സുപ്രീംകോടതി. ഇളവുകൾ നോട്ട് നിരോധനത്തിന്റെ ഉദ്ദേശശുദ്ധിയെ ബാധിക്കുമെന്നും സുപ്രീംകോടതി. നവംബർ 10 മുതൽ 14 വരെയുള്ള നിക്ഷേപങ്ങൾ RBIയിൽ അടയ്ക്കാമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. മനു ശങ്കർ ചേരുന്നു. മനു, മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് നോട്ട് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്? വിശദാംശങ്ങൾ. തന്നെ എന്തായാലും പ്രധാനമായ രണ്ട് കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സഹകരണ ബാങ്കുകൾ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത്. ഒന്ന്, മറ്റു ബാങ്കുകൾ, പൊതുമേഖലാ സ്വകാര്യ ബാങ്കുകൾ നടത്തുന്നത് പോലെ വിനിമയങ്ങൾക്കൊരു അവസരം സഹകരണ ബാങ്കുകൾക്ക് നൽകണം. അതോടൊപ്പം നിക്ഷേപമായി ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ള പഴയ കറൻസികൾ RBIയിൽ നിക്ഷേപിക്കാൻ അവസരമൊരുക്കണമെന്നാണ് പ്രധാനമായും സഹകരണ ബാങ്കുകൾ ആവശ്യപ്പെട്ടിരുന്നത്. ഇതിൽ ഈ നിക്ഷേപമായി സ്വീകരിച്ചിട്ടുള്ള അസാധുവായ കറൻസികൾ RBIയിൽ നിക്ഷേപിക്കാം എന്നാണ് സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്. ഇതിൽ അനുകൂലമായൊരു നിലപാട് കേന്ദ്ര സർക്കാരും സുപ്രീം കോടതിയിൽ പുറപ്പെടുവിക്കുകയായിരുന്നു. എന്നാൽ ഈ ഡിസംബർ 30 വരെ ഈ പുതിയ നോട്ടുകൾ ഇറക്കുന്നത് സംബന്ധിച്ചും കാത്തിരിക്കുമെന്നാണ് കേന്ദ്രം അറ്റോർണി ജനറൽ മുകുൾ റോത്തഗി കോടതി മുമ്പാകെ അറിയിച്ചത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു 15 ദിവസത്തേക്ക് ഇപ്പോൾ വിനിമയങ്ങൾക്ക് വേണ്ടി ഒരു ഇളവ് അനുവദിക്കാനാകില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അതിനാൽ തന്നെ ഇത്രയധികം നിക്ഷേപമുള്ള സഹകരണ ബാങ്കുകൾ 15 ദിവസത്തേക്ക് കൂടി കാത്തിരിക്കൂ എന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. അതേസമയം പുതിയ നോട്ടുകൾ എപ്പോൾ നൽകാനാകുമെന്ന് സുപ്രീം കോടതി കേന്ദ്രത്തിനോട് ചോദിച്ചു. പക്ഷേ പുതിയ നോട്ടുകൾ എപ്പോൾ സഹകരണ ബാങ്കുകളിൽ നൽകാനാകുമെന്ന് കേന്ദ്രം വ്യക്തമാക്കിയില്ല. പുതിയ നോട്ടുകൾ ഈ നോട്ടച്ചടി കേന്ദ്രങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന മുറയ്ക്ക് അതിന്റെ കൃത്യമായ ശതമാനം നോട്ടുകൾ സഹകരണ ബാങ്കുകളിൽ എത്തിക്കും. ഇത് ഉറപ്പു നൽകുന്നതായും കേന്ദ്രം അറിയിക്കുകയുണ്ടായി. ഇതോടൊപ്പം നോട്ട് പിൻവലിക്കലുമായി ബന്ധപ്പെട്ട ഹർജിയും സുപ്രീം കോടതി പരിഗണിച്ചു. ഇതിൽ കേന്ദ്രത്തിനെതിരെ അതിരൂക്ഷ വിമർശനങ്ങളും സുപ്രീം കോടതി ഉന്നയിക്കുകയുണ്ടായി. കോടികളുടെ നിക്ഷേപങ്ങൾ റെയ്ഡിലൂടെ പിടിച്ചെടുക്കുന്ന കേന്ദ്ര സർക്കാരിന് 24,000 രൂപ പോലും ആഴ്ചയിൽ നൽകാനാകുന്നില്ലല്ലോ എന്ന് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് ചോദിക്കുകയുണ്ടായി. അതോടൊപ്പം സർക്കാർ ആശുപത്രികളിലും റെയിൽവേ ടിക്കറ്റ് കൗണ്ടറുകളിൽ നിന്നും നിരന്തരം പരാതി വരുന്ന ഒരു സാഹചര്യമാണ്. ഈ സർക്കാർ ആശുപത്രികളിലും ഈ നോട്ടുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത് എന്തിനാണെന്ന് സുപ്രീം കോടതി ചോദിച്ചു. കൃത്യമായ ബില്ലുകൾ ഗവൺമെന്റ് ആശുപത്രികളും മറ്റും നൽകുന്നതല്ലേ? ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരമൊരു നിയന്ത്രണം എന്തിന് കൊണ്ടുവന്നു എന്നും സുപ്രീം കോടതി ചോദിക്കുകയുണ്ടായി. പക്ഷേ കേന്ദ്രം നൽകിയ മറുപടി ആകട്ടെ, പെട്രോൾ പമ്പുകളിലടക്കം ഈ കള്ളനോട്ടുകൾ വെളുപ്പിക്കുന്നത് ധാരാളമായി വർദ്ധിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ഇളവുകൾ മറ്റും നൽകാനാകില്ല എന്നാണ് കേന്ദ്രം അറിയിച്ചത്. നോട്ട് പിൻവലിക്കൽ വിഷയത്തിലെ ഭരണഘടനാ സാധ്യത പരിശോധിക്കാൻ ജനുവരിയിലേക്ക് ഹർജി മാറ്റിയിരിക്കുകയാണ്. അടുത്ത 2 ആഴ്ചത്തേക്ക് കൂടി സുപ്രീം കോടതിയിൽ അവധിയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ജനുവരിയിൽ നോട്ട് പിൻവലിക്കൽ വിഷയത്തിലെ മറ്റു നടപടിക്രമങ്ങൾ സുപ്രീം കോടതി പരിശോധിക്കും എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും സഹകരണ ബാങ്കുകളിൽ ഇനിയൊരു 15 ദിവസത്തേക്ക് കൂടി വിനിമയങ്ങൾക്ക് ഇപ്പോൾ ഇളവ് നൽകാനാകില്ല എന്നാണ് സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്. മനു, സുപ്രീം കോടതി നോട്ട് നിരോധനത്തിന്റെ ഉദ്ദേശശുദ്ധിയെ ബാധിക്കുമെന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഏത് രീതിയിലാണ് പ്രതികരിച്ചത്? തീർച്ചയായും ഈ പഴയ കറൻസികൾ RBIയിൽ നിക്ഷേപിക്കാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയപ്പോഴും ഇതിനോട് അനുകൂലമായ ഒരു തീരുമാനമായിരുന്നു കേന്ദ്രം അറിയിച്ചിരുന്നത്. പക്ഷേ ഈ വിനിമയങ്ങൾക്ക് ഇളവ് നൽകുന്ന കാര്യത്തിൽ ഇപ്പോൾ അനുവദിച്ചാൽ അത് സർക്കാരിന്റെ പദ്ധതിയെ തന്നെ ബാധിക്കും. സർക്കാരിന്റെ ഈ പദ്ധതിയുടെ ഉദ്ദേശശുദ്ധിയും ബാധിക്കുമെന്നാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി അറ്റോർണി ജനറൽ മുകുൾ റോത്തഗി. മനു, ടെലിഫോണിൽ തുടരുക. ഇപ്പോൾ മന്ത്രി തോമസ് ഐസക്, കടകംപള്ളി സുരേന്ദ്രൻ ടെലിഫോണിൽ ചേരുന്നു. സാർ, ഈ ഒരു വാർത്തയോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഞാനിപ്പോ കാസർഗോഡ് ജില്ലയിലാണ്. യഥാർത്ഥത്തിൽ സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. വാർത്തകളിൽ നിന്ന് അവിടെയും ഇവിടെയും കിട്ടുന്നതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ. ഏതായാലും RBIയോട് ജില്ലാ ബാങ്കുകളും സംസ്ഥാന ബാങ്കുകളും എല്ലാം സമാഹരിച്ച പണമെടുക്കാൻ നിർദ്ദേശിച്ചത് സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. മറ്റ് ന്യൂ ജനറേഷൻ ബാങ്കുകൾക്ക് പോലും അനുവദിച്ചതായിട്ടുള്ള വിനിമയത്തിന് നമ്മുടെ ബാങ്കുകൾക്ക് അനുമതി നൽകാതെ പോയതിൽ യഥാർത്ഥത്തിൽ എനിക്ക് ദുഃഖമുണ്ട്. സ്വാഭാവികമായിട്ടും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് അത്തരമൊരു അനുമതി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. ഇനിയും 15 ദിവസക്കാരും അതിനുവേണ്ടി കാത്തിരിക്കണമെന്ന് പറയുന്നത് സംസ്ഥാനത്തിലെ സഹകരണ മേഖലയോട് കാണിക്കുന്നതായിട്ടുള്ള കടുത്ത അനീതിയാണ്. കേരളത്തിലെ സഹകരണ മേഖലയുടെ പ്രശ്നങ്ങൾ വേണ്ടത്ര ഗൗരവത്തോടുകൂടി മനസ്സിലാക്കാൻ സുപ്രീം കോടതിക്ക് സാധിച്ചിട്ടില്ലെന്ന് എനിക്കറിയില്ല. കാരണം ഇവിടെ ഏറ്റവും വലിയ വിനിമയം നടക്കുന്നത് സഹകരണ മേഖലയിലാണ്. സഹകരണ ബാങ്കുകളെയാണ് ജനങ്ങൾ പണം നിക്ഷേപിക്കാനും വായ്പ എടുക്കാനും എല്ലാം ആശ്രയിക്കുന്നതെന്ന കാര്യം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് മനസ്സിലാക്കാതെ ഇരിക്കുകയാണോ എന്നറിയില്ല. ഏതായാലും നെഗറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചാണ് സുപ്രീം കോടതിയിൽ നിന്ന് പറയാൻ സാധിക്കില്ല. പോസിറ്റീവായിട്ടുള്ള അപ്രോച്ച് തന്നെയാണ്. ആ പോസിറ്റീവ് അപ്രോച്ചിന്റെ ഉള്ളടക്കം മനസ്സിലാക്കിയിട്ട് സെൻട്രൽ ഗവൺമെന്റും RBIയും കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ സഹായിക്കുന്ന നിലപാട് സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതാണ് ഞാൻ കരുതുന്നത്.
വളരെ നന്ദി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ വാർത്തയോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ ശക്തികാന്ത് ദാസ് ടെലിഫോണിൽ ചേരുന്നു. I don't foresee a situation like that. The situation is improving, and if anything, the situation will only improve after 30th December, because more and more notes are going on. You see, the problem has been little compounded by the fact that 2,000 rupee notes were kept, without putting it back into circulation. So when more 500 rupee notes go into the system, so even 2,000 rupee notes also will come out circulation. And let me mention that there has been there has been considerable improvement, but there are, as I mentioned, there are still areas and pockets where we are getting daily complaints, we are getting daily feedback, and based on that, action is being taken. Two questions. 60,000 accounts are found with 1 crore plus submission. It means a mammoth exercise for the income tax department and other agencies. Do we have that kind of infrastructure to narrow down on people with black money? Two, we also wanted to find out, as far as the ATM announcement goes, it was announced that, most of the ATMs are working. The figures that we have got, it shows that only 13% were working in the month of November, out of the announced 30% that you said. Out of 2 lakh... No, I have understood the question. Please be, please be brief. Please be brief. Because, So if ATMs, most of the ATMs have been recalibrated, then why aren't you increasing the withdrawal limit from the ATMs, sir? Okay. And has the cash supply reduced to the ATMs also, sir? Okay. Now, with regard to the ATMs, as you know, there are 2,20,000 ATMs, and more than 2 lakh ATMs have already been, they have been recalibrated. And currency notes, we get a feedback every day between 8 and 11, and again between 11 and 3, we get a, statistics from the banks, how many ATMs are working. I mean, working in the sense that all the ATMs are in working condition, but how many ATMs are in a position, are actually dispensing cash. This 13% which I saw in some reports or some, you just mentioned, it's a highly, sort of a kind of a, it's not at all correct. Larger number of ATMs are working. In some cases, what is happening is that some banks, it has come to our notice that some banks, in order to ensure that they are in a position to service their own customers, they prefer to give the cash through their branches. क्योंकि आप ATM में अगर कैश दे रहे हैं तो ATM में कोई अलग बैंक हो, किसी बैंक के भी वो आके कैश ड्रॉ कर सकते हैं. So कई सारे एग्जाम्पल्स हमारे इट हैज कम टू आवर नोटिस जहां की बैंक ये चाहते हैं कि उनके खुद के जो कस्टमर्स है, क्योंकि खुद के कस्टमर्स कंप्लेंट भी कर रहे हैं, वो भी हो रहा है, तो आई डोंट ब्लेम एनीबॉडी इन द प्रोसेस. सो ये हमने जो बैंक्स है, वी हैव ऑलरेडी एडवाइज द बैंक्स कि आप एटीएम में जो कैश सप्लाई करते हैं, जो कैश लोडिंग करते हैं, उसको तुरंत आप जारी रखिए एंड डोंट सॉर्ट ऑफ स्टार्व एनी एटीएम्स. सो इसको रेगुलरली हम लोग मॉनिटर कर रहे हैं. And with regard to the cash limit, as and when a decision cash limit for withdrawal of ATMs, you see, इसको इसीलिए लिया गया था that the emphasis was to ensure that larger number of people are should get the notes. अभी ये complaint भी हमारे नजर में आ रहा है कि कुछ लोग 24,000 मिल रहा है, कुछ लोगों को नहीं मिल रहा है. So therefore it has come to our notice also कि कुछ banks में branch manager locally उन लोगों ने ये डिसाइड किया है कि ठीक है, सब लिमिटेड नंबर ऑफ पीपल, इंस्टेड ऑफ गिविंग देम 24,000 रुपीज, सबको थोड़ा लोअर अमाउंट 15,000 या 20,000 या 10,000 दे दे. तो वो भी लोकल लेवल में वो कर रहे हैं. सो देयरफॉर एटीएम्स का व्हेनेवर अ डिसीजन ऑफ दैट लिमिट वाज इन द बैकग्राउंड of the fact that we want to ensure that more number of people are able to draw cash. Answer my first question, sir. What 60,000? No, that your question about that case which you are referring to in one bank, huge amount of huge. Let's not take the name of any bank. Now the huge amounts have been deposited. Let me mention that all this information are based on the inputs which we are getting from which the revenue department, the tax authorities, the CBDT is getting from the FIU, and what the CBDT system also itself generates, and it is based on data analysis. So when you see that in a particular bank, in a particular branch, there has been deposit of more than 1 crore, too many cases. So naturally the department, income tax department, narrows down to that branch and tries to find out, finds out who are the people
what are their credentials, what are their background, do they have the means to deposit 1 crore. So it is a very But scientific. banks don't seem to be doing their job, sir. So banks don't seem to be doing their job. They're not doing, and the desired thing. They're not even No, no, following. you are KYC making a guidelines. just a sec. I mean that is your observation, but let me say that if an account is KYC compliant, we have to see as a part of our verification also the income tax department and the enforcement directorate and wherever required the CBI, they are verifying whether it was a KYC compliant account or not. And the banks have been sufficiently sensitized. All the banks, both public and private sector banks, have been.